ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ശല്യപർവം തുടരുന്നു. എൻ്റെ ഭഗവാനെ ദീനദയാനിധേ, നിന്റെ തിരുമനസെന്തോന്നു ദൈവമേ. നോക്കുക മാരുതിക്കാക്കം കുറഞ്ഞതു, പോർക്കു സുയോധനനില്ലൊരു ചഞ്ചലം എന്നതു കേട്ടരുൾ ചെയ്തു മുകുന്ദനും. നന്നു സുയോധനൻ ശിക്ഷ കൊണ്ടേറ്റവും, നിന്നോടൊരുത്തനെ പോർ ചെയ്വിതെന്നതു മുന്നമേ ധർമ്മജൻ ചൊന്നതു കാരണം. വന്നിതു ചാപല്യമിപ്പോൾ നമുക്കെല്ലാം, കൊന്നുകൊള്ളുവാനൊരുപായവും കണ്ടീല. നേരെ പൊരുതു ജയിച്ചുകൂടായെന്നും വീരനായൊരു ധൃതരാഷ്ട്രപുത്രനെ ശത്രുക്കൾ മിക്കതുമൊക്കെ മുടിഞ്ഞിതു. ചത്തിയിലൊരുത്തനവരിൽ വെച്ചെന്നാകിൽ വല്ല പ്രകാരവും കൊൽകുന്നതേവരു വല്ലായ്മയല്ലായിൽ നല്ലതല്ലേതുമേ. കാലാന്തരം കൊണ്ടു ദുർബലനാകിലും മൂലവിനാശമവൻ വരുത്തേടുമേ. വ്യാജേന കൊല്ലാമരികളെ നിർണയം രാജനയങ്ങൾ നിരൂപിച്ചു കാൺകിലോ. ഊരു തന്മേലടിച്ചാൽ മരിച്ചിടുമീ വീരൻ, അതിനൊരു ശാപവുമുണ്ടല്ലോ. വീരഗദായുദ്ധമാകിലൊരുത്തരോടാരും അരയ്ക്കു കീഴ്ത്തയ്ക്കുമാറില്ലല്ലോ. പോരാ പുനരതു ധർമ്മത്തിനേതുമേ, പോരിൽ ചതിക്കരുതെന്നല്ലോ ചൊല്ലുന്നു. എന്നാലും ഇന്നതു ചെയ്യുന്നതേവരു കൊന്നിടുവാൻ പണിയല്ലായില്ലെന്നുമേ. മേളം കലർന്നു തുടമേലതു നേരം താളം പിടിച്ചു തുടങ്ങിനാൻ അർജുനൻ. അപ്പോൾ അറിഞ്ഞിതു ഭീമൻ, അതു കണ്ടു കെൽപ്പോടതിന്നു പഴുതു നോക്കിയിടിനാൻ. ഒന്നുകൊള്ളാതൊഴിഞ്ഞൊന്നു തച്ചിടുവാനില്ല കഴിവെന്നു കണ്ടു മൃഗോദരൻ. തൻ്റെ തലയ്ക്കൊരു തല്ലുകൊണ്ടും കളഞ്ഞെന്തൊരു കഷ്ടം തുടയ്ക്കു തച്ചിടിനാൻ. പ്രാണനോടാശു നിലത്തു സുയോധനൻ വീണിതു കാലുമുടിഞ്ഞു വിധിവശാൽ. പെട്ടെന്നു മാർവത്തു നിന്നു ഗത കൊണ്ടു കൊട്ടിനാനാശു തലമേൽ മൃഗോദരൻ. തന്നോടു മുന്നമവൻ ചെയ്ത കർമ്മങ്ങളൊന്നിനോരോന്നു തല്ലേണമെന്നോർത്തവൻ. ഓരോന്നു ചൊല്ലിയും ഓരോന്നു തല്ലിയും നീചനാം നീ ചതിച്ചോരു കർമ്മത്തിനാൽ ആശു ചതിച്ചുയിർകൊണ്ടിതു നിന്നെ ഞാൻ. ഇത്തരം മാരുതി ചൊല്ലുകയും തയ്ക്കയും മത്തനാകും ബലഭദ്രർ കണ്ടന്നേരം. നേരെ ഖലവും മുസലവും കൈക്കൊണ്ടു ഘോരതയോടു മടുക്കുന്നതു കണ്ടു വീരഭദ്രൻ. പണ്ടു ദക്ഷനെ കൊല്ലുവാൻ വീരോടുകൂടെയടുക്കുന്നതുപോലെ വേഗാലടുക്കുന്നതു കണ്ടു മാധവൻ. യോഗേശനായുള്ള യോഗസ്ഥനീശ്വരൻ ആഗമക്കാതലമാദിനാഥൻ പരൻ. ഭോഗീന്ദ്ര ഭോഗേശയാനൻ മധുരിപു സച്ചിൽപുമാൻ പുരുഷോത്തമനവ്യയൻ അച്യുതൻ ആനന്ദമൂർത്തി പരാപരൻ. കോമളൻ ഗോകുലനായകൻ കേശവൻ രാമനെ ചെന്നു തഴുകി പറഞ്ഞിതു.
ബന്ധുക്കളായ നാം ഒന്നിനും കൂടരുതെന്തു കോപത്തിനു കാരണമോർക്കണം. നമ്മുടെ താത ഭഗിനിതൻ മക്കളിതം ധർമ്മജനാദികളെന്നും അറിയണം. പിന്നെ സുഭദ്രയെ വേട്ടതും അർജുനൻ നന്ദിത്തൊഴിൽ ചെറ്റടങ്ങേണമേ. കൊണ്ടും കൊടുത്തും നരന്മാർക്കു ചാർച്ചകൾ ഉണ്ടായി വരുന്നതെന്നോർത്തരുളേണമേ. പിന്നെ വിശേഷിച്ചു തങ്ങളിലുള്ളതിലൊന്നിനും പോവാനവകാശമില്ല നാം. ആയോധനത്തിന് കോപ്പിട്ടതിൽ പിന്നെ ആയുധം തൊട്ടില്ല ഞാനെന്നറിയണം. ധർത്തരാഷ്ട്രന്റെ നിയോഗേന സൂതനായി പാർത്ഥനു തേർകളിച്ചേനതിനെന്തഹോ. ഇത്തരം മാധവൻ ചൊന്നോരനന്തരം ചിത്തം കലങ്ങി ബലഭദ്രരും ചൊന്നാൻ. കൊല്ലുമാറുണ്ടു പലരെയും പോരതിൽ തല്ലുമാറില്ല മാറത്തു നിന്നാരുമേ. യോഗ്യമല്ലേതുമേ മാരുതി ചെയ്തതു യോഗ്യമായുള്ളതേ കണ്ടു പൊറുക്കാവൂ. ഉണ്ടോ കഥയ്ക്കു കടകം പറഞ്ഞിട്ടു കണ്ടീലയോ ചതി ചെയ്തതു മാരുതി എന്നതു കേട്ടരുൾ ചെയ്തു മുകുന്ദനും നന്ദിച്ചതി കണ്ടതും അഗ്രജൻ. എത്ര തരം ചതി ചെയ്തു സുയോധനൻ നിത്യനാമീശ്വരനില്ലാതെയാകുമോ. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. വേണ്ടതു തങ്ങളിൽ ചെയ്താലുമെന്തു നാം വേണ്ടതടങ്ങുകന്നേ വരൂ നിർണയം. കൃഷ്ണവാക്യം കേട്ടു രാമൻ തിരുവടി ഉഷ്ണിച്ചു ഭീമനെ നോക്കി നടകൊണ്ടാൻ. ദ്വാരാവതിയിൽ എഴുന്നള്ളി മേവിനാൻ ദാരങ്ങളോടുമിറ ചേർന്നു രാമനും. ധാർത്തരാഷ്ട്രന്മാരശേഷം മുടിഞ്ഞിതു ധാത്രിയെ വാഴുക ധർമ്മജനെന്നതു കീർത്തിമാനായ വൃഗോദരൻ ചൊല്ലിനാനാസ്ത കലർന്നോരു നാരായണനോടും. വന്നിതു ദുഃഖം യുധിഷ്ഠിരനന്നേരം വന്നീല പാർത്ഥനുമേതുമേ സന്തോഷം. ചെന്താമരക്കണ്ണനപ്പോൾ അരുൾ ചെയ്തു എന്തു തെളിഞ്ഞുരിയാടാനിതു നിങ്ങൾ. പാരം തെളിഞ്ഞിതെനിക്കെന്നതറിഞ്ഞാലും മാരുതി ചെയ്തതു നന്നെന്നു നിർണയം. പോരിൽ അരികളെ കൊന്നൊടുക്കിയിടുക വീരരായുള്ള നൃപന്മാർക്കു ധർമ്മമേ. എന്നിത്തരം കേട്ടങ്ങനെ മന്നവന്മാരും നടന്നു തുടങ്ങിനാർ. ഓം നമോ ഭഗവതേ